നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം സഭാപർവം. ചൂതിൽ വീണ്ടും തോൽവി. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ശകുനി കള്ളച്ചൂതാടി യുധിഷ്ഠിരനെ തോൽപ്പിച്ചു. ചൂതിൽ തോറ്റ പാണ്ഡവർ രാജകീയ വേഷം മാറ്റി മാൻതോൾ ധരിച്ച് വ്യവസ്ഥ പ്രകാരം കാട്ടിലേക്ക് പോകാൻ തയ്യാറായി. ദുശാസനനും കർണനും പാണ്ഡവന്മാരെ പരിഹസിക്കുകയും നിശ്ചിതമായ വാക്കുകളാൽ അസഭ്യവർഷം ചൊരിയുകയും ചെയ്തു. ദുര്യോധനൻ ആഹ്ലാദത്തിമിർപ്പോടെ ഭീമന്റെയും മറ്റും നർത്തത്തിൻ്റെ ഹാസ്യാനുകരണം നടത്തി അവരെയെല്ലാം കളിയാക്കി. ഇതെല്ലാം കണ്ടപ്പോൾ ഭീമന്റെ രക്തം തിളച്ചു കയറി. അവൻ പറഞ്ഞു, ദുര്യോധന, ഞാൻ വീണ്ടും പറയുന്നു, നിന്നെ ഞാൻ എൻ്റെ ഗദ കൊണ്ട് തച്ചു കൊല്ലും. ദുശാസനന്റെ രക്തം ഞാൻ മൃഗരാജനെ പോലെ കുടിക്കും. പാണ്ഡവന്മാരെ പരിഹസിക്കുന്ന കർണനെ നോക്കി അർജുനൻ പറഞ്ഞു, എടാ കർണ, ഞങ്ങളുടെ ദുര്യോഗം കണ്ട് നീ അഹങ്കരിക്കേണ്ട. നിന്നെ ഞാൻ കാലപുരിക്ക് അയക്കുമെന്ന് ഇതാ ശപഥം ചെയ്യുന്നു. ഹിമാലയം ചലിച്ചേക്കാം, സൂര്യൻ കെട്ടുപോയേക്കാം, ചന്ദ്രന് ശൈത്യമില്ലാതായേക്കാം, എന്നാലും എൻ്റെ ശപഥത്തിന് മാറ്റമുണ്ടാവില്ല. എല്ലാ കൃത്രിമങ്ങളുടെയും കാതലായ ശകുനിയെ നോക്കി കോപാക്രാന്തനായ സഹദേവൻ പറഞ്ഞു, ദുഷ്ട, തോറ്റെന്ന് നീ കരുതുന്ന ഞങ്ങൾ തോറ്റിട്ടില്ല. യുദ്ധക്കളത്തിൽ വെച്ച് നിന്നെ ഞാനത് കാണിച്ചു തരാം. ഞാനായിരിക്കും നിന്റെ അന്തകൻ. പാഞ്ചാലിയോട് ചെയ്ത അനീതിക്ക് കൂട്ടുനിന്ന എല്ലാവരെയും ഒടുക്കി ധാർത്തരാഷ്ട്രന്മാർക്ക് ഞാൻ ഉന്മൂലനാശം വരുത്തും. ഇത് സത്യം. ദീർഘമായ ബാഹുക്കൾ നീട്ടി പുരുഷവ്യാക്രമായ നകുലൻ ഇപ്രകാരം സത്യം ചെയ്തു. യുധിഷ്ഠിരൻ എല്ലാവരോടും വിനയപുരസ്സരം യാത്ര പറഞ്ഞു. ആർക്കും അവരോട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും അത്രത്തോളം ലജ്ജിതരായിരുന്നു. എങ്കിലും അവരെല്ലാം മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ആശീർവദിക്കുന്നുണ്ടായിരുന്നു. വിതുരൻ പറഞ്ഞു, ആര്യയായ രാജപുത്രി കുന്തിദേവി കാട്ടിൽ പോകേണ്ട. അവർ എൻ്റെ ഗൃഹത്തിൽ താമസിക്കട്ടെ. പാണ്ഡവന്മാർ അതിന് സമ്മതിച്ചു. യുധിഷ്ഠിരൻ, ഇളയച്ച, അങ്ങ് ഞങ്ങൾക്ക് അച്ഛനെ പോലെയാണ്. അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്. ഞങ്ങളെ ആശീർവദിച്ച് യാത്രയാക്കിയാലും. വിതുരൻ, യുധിഷ്ഠിര, അധർമ്മത്താൽ തോൽപ്പിക്കപ്പെട്ടവൻ തോൽവി കൊണ്ട് വ്യസനിക്കുകയില്ല. നീ ധർമ്മജ്ഞനാണ്. പോരിൽ വിജയിയാണ് വിജയൻ. ഭീമൻ ശത്രുനാശകനാണ്. നകുലൻ ധനസാധകനാണ്. സഹദേവൻ ഭരണനിപുണനാണ്. ദൗമ്യൻ ബ്രഹ്മജ്ഞരിൽ ഉത്തമനാണ്. ധർമ്മചാരിണിയായ ദ്രൗപദി ധർമാർത്ഥ കാര്യങ്ങളിൽ സാമർഥ്യമുള്ളവളാണ്. നിങ്ങളെല്ലാം അന്യോന്യം സ്നേഹിക്കുന്നു. നിങ്ങളുടെ നില ഏറ്റവും മംഗളമായിട്ടുള്ളതാണ്. നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കട്ടെ. നിങ്ങൾക്ക് സ്വസ്തി ഭവിക്കട്ടെ. പാണ്ഡവന്മാർ വിതുരനെ നമസ്കരിച്ചിട്ട് ഇറങ്ങി. അവർ ഭീഷ്മരെയും ദ്രോണരെയും വന്ദിച്ചു, യാത്ര ചോദിച്ചു. എല്ലാവരും അവരെ ആശീർവദിച്ച് യാത്രയാക്കി. രാജകീയ വേഷങ്ങളെല്ലാം ഉപേക്ഷിച്ച് മാന്തോലുടുത്ത് വനവാസത്തിന് തയ്യാറായി നിന്ന ദ്രൗപദി ഒരു താപസകുമാരിയെപ്പോലെ തേജസ്വിയായി കാണപ്പെട്ടു. ദുശാസനൻ പിടിച്ചു വലിച്ചപ്പോൾ അഴിഞ്ഞൊലഞ്ഞ അവളുടെ മനോഹരമായ കാർക്കൂന്തൽ പിന്നീട് അവൾ കെട്ടിവെക്കുകയുണ്ടായില്ല. ദുശാസനന്റെ രക്തം മുടിമേൽ തടവിയതിന് ശേഷം മാത്രമേ അത് കെട്ടിവെക്കുകയുള്ളൂ എന്നവൾ ശപഥം ചെയ്തിരിക്കുകയാണ്. ദ്രൗപദി യാത്ര പറയാനായി കുന്തിദേവിയുടെ അടുത്തെത്തി. പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു. അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് തഴുകിക്കൊണ്ട് കുന്തി പൊട്ടിക്കരഞ്ഞു. പാഞ്ചാലിക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അവസാനം പാഞ്ചാലി കുന്തിയോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ കുന്തിയും അവളെ പിന്തുടർന്നു. അപ്പോൾ മാന്തോലുടുത്ത് വനത്തിലേക്ക് പോകാൻ തയ്യാറായി നിന്നിരുന്ന പാണ്ഡവന്മാരെ കാണാൻ ഇടയായി. കുന്തിദേവി ഏങ്ങലടിച്ചു കരഞ്ഞു. വിതുരൻ അവരെ സമാധാനപ്പെടുത്തി തൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാണ്ഡവന്മാർ ദ്രൗപദിയോടും ദൗമ്യനോടും കൂടി വനവാസത്തിന് പുറപ്പെട്ടു. ചഞ്ചലഹൃദയനായ ധൃതരാഷ്ട്രക്ക് പാണ്ഡവരോട് താൻ തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടായി തുടങ്ങി. നാരദ മഹർഷിയുടെ പ്രവചനം. ധൃതരാഷ്ട്രൻ വിതുരനെ വരുത്തി തൻ്റെ മനക്ലേശത്തെ പറ്റി സംസാരിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ എത്തി. അദ്ദേഹം രൗദ്രഭാവം കലർന്ന മുഖത്തോടെ പറഞ്ഞു, ഇനിയും 14-ാമത്തെ വർഷം കൗരവന്മാർ നശിക്കും. ദുര്യോധനന്റെ തെറ്റുമൂലം ഭീമാർജുനന്മാരുടെ ബലത്താലാണ് അത് സംഭവിക്കുക. ഇത്രയും പറഞ്ഞിട്ട് ബ്രഹ്മതേജസ് ഏറ്റവും ഇളകുന്ന ആ മഹർഷി ആകാശത്തിലേക്ക് ഉയർന്ന് മറഞ്ഞു. ദുര്യോധനൻ, ശകുനി, കർണൻ എന്നിവർ സംഭീതരായി ദ്രോണർ മാത്രമേ ഞങ്ങൾക്ക് ശരണമുള്ളൂ എന്ന് കരുതി രാജ്യം തന്നെ അദ്ദേഹത്തിന് നിവേദിച്ച് ബഹുമാനിച്ചു. ദ്രോണൻ പറഞ്ഞു, പാണ്ഡവന്മാർ ദേവപുത്രന്മാരാണ്. എന്നാൽ എന്നെ ശരണം പ്രാപിച്ച നിങ്ങളെ കൈവിടുവാൻ ഞാൻ ശക്തനല്ല. പാണ്ഡവന്മാർ പകവീട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്നെ വധിക്കുന്നതിന് വേണ്ടിയാണ് ദ്രുപദന്റെ പുത്രൻ പാണ്ഡവരുടെ ശാലനായത്.
അപ്പോൾ പിന്നെ നമ്മുടെ അവസാനം എപ്രകാരമായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുവിൻ, യജ്ഞങ്ങൾ നടത്തുവിൻ. 14-ാമത്തെ വർഷത്തിൽ വലിയ ദുഃഖം വന്നു ചേരും. ധൃതരാഷ്ട്രക്ക് തീരാത്ത വിഷാദമുണ്ടായി. യഥാകാലം വിതുരൻ നൽകിയ ഉപദേശം സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആകപ്പാടെ ക്ഷീണിതനും പരവശനും ആയി. ഇതോടുകൂടി സഭാപർവം സമാപ്തം. ഇനി വനപർവം. വനപർവത്തിൽ ആദ്യം അക്ഷയപാത്രം. ചൂതിൽ തോറ്റ് വനവാസം സ്വീകരിക്കാൻ നിർബന്ധിതരായ പാണ്ഡവന്മാർ പാഞ്ചാലിയും ഒന്നിച്ച് വനത്തിലേക്ക് തിരിച്ചു. ഈ വൃത്താന്തം പറഞ്ഞ് ദുഃഖിതരായ പൗരജനങ്ങൾ ഇതിനിടയാക്കിയ ധൃതരാഷ്ട്രനെയും ഇതിനെ തടയാതിരുന്ന ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, വിതുരൻ തുടങ്ങിയവരെയും പരസ്യമായി തന്നെ നിന്ദിച്ച് സംസാരിച്ചു. വള്ളു നിറഞ്ഞവനും ദുരാഗ്രഹിയും നീചനും നിർഭയനുമായ ദുര്യോധനൻ നാടുവാണാൽ നാടുമുടിയും എന്ന് ഭയമെന്നി അവർ ഉറക്കെ പറഞ്ഞു. പൗരന്മാർ കൂട്ടം കൂട്ടരായി പാണ്ഡവന്മാർ പോയ വഴിയെ അവരെ തിരക്കിയെത്തി. പാണ്ഡവരെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകരുത് എന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ശമം കാക്ഷിക്കുന്നവർ സത്തുക്കളോട് കൂടി വസിക്കണം. ജന്മം, കർമ്മം, വിദ്യ എന്നീ മൂന്നിലും പ്രഗത്ഭരായവരോട് ഇടപെട്ട് ജീവിക്കുന്നതാണ് ശാസ്ത്രപഠനത്തേക്കാൾ ഉത്തമം. കർമ്മം ചെയ്തില്ലെങ്കിലും പുണ്യവാന്മാരായ സജ്ജനങ്ങളുമായി കൂടിച്ചേരുന്നവർ പുണ്യം നേടും. അതുകൊണ്ട് ഗുണവാന്മാരായ നിങ്ങളുടെ കൂടെയുള്ള വാസമാണ് ശ്രേയസ്കരം എന്ന് ഞങ്ങൾ കരുതുന്നു. പൗരന്മാർക്ക് ഞങ്ങളോടുള്ള ആദരവും സ്നേഹവും കണ്ടപ്പോൾ യുധിഷ്ഠിരൻ്റെ മനസ്സ് ആർദ്രമായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ഞങ്ങൾ ധന്യരായിരിക്കുന്നു. മുത്തച്ഛനായ ഭീഷ്മനും വിതുരനും മഹാരാജാവും അമ്മയും മറ്റു മിത്രജനങ്ങളും ഹസ്തിനപുരത്തിലുണ്ട്. നിങ്ങൾ മടങ്ങിപ്പോയി അവരെ സമാശ്വസിപ്പിക്കണം. അതാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽക്കാരം. പൗരജനങ്ങൾ മനസ്സില്ലാ മനസ്സോടെ യുധിഷ്ഠിരൻ്റെ പ്രേരണയ്ക്ക് വശംവദരായി മടങ്ങിപ്പോയി. പാണ്ഡവന്മാർ ഗംഗാതീരത്തെത്തി പ്രമാണം എന്നു പേരായ ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ കീഴിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം കാലത്ത് അവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഒരു കൂട്ടം വിപ്രന്മാർ പാണ്ഡവരുടെ മുമ്പാകെ എത്തി. അവരും പാണ്ഡവരോടൊപ്പം വനത്തിലേക്ക് പോകാൻ തയ്യാറായി വന്നവരായിരുന്നു. അവർക്ക് വേണ്ട ആഹാരവും മറ്റും കൊടുക്കുന്നതിന് കഴിവില്ലാത്ത തന്നോടൊപ്പം വരരുത് എന്ന് യുധിഷ്ഠിരൻ അവരോട് അപേക്ഷിച്ചു. എന്നാൽ ഭക്ഷണം തങ്ങൾ തന്നെ തേടിക്കൊള്ളാമെന്നും പാണ്ഡവന്മാരുടെ സഹവാസം മാത്രമാണ് ഞങ്ങൾ കാക്ഷിക്കുന്നത് എന്നുമായിരുന്നു ബ്രാഹ്മണരുടെ മറുപടി. ഇത് കേട്ട് യുധിഷ്ഠിരൻ ആകെ വിഷമിച്ചു. നിത്യവും 10,000-കണക്കിന് ആളുകൾക്ക് മൃഷ്ടാന്ന ഭോജനം നൽകി അവരെ സംപ്രീതരാക്കിക്കൊണ്ടിരുന്ന തനിക്ക് ഇപ്പോൾ ഏർപ്പെട്ട ദുര്യോഗത്തിൽ അദ്ദേഹം അതീവ ഖിന്നനായി. അദ്ദേഹം തളർന്ന് നിലത്തിരുന്നു. ഇനി അക്ഷയപാത്രലബ്ധി. അധ്യാത്മനിരതനും വിദ്വാനുമായ ശൗനക മഹർഷിയും ബ്രാഹ്മണരോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മൂഢന്മാർക്ക് 1000 ശോകത്തിനുള്ള മാർഗങ്ങളും 100 കണക്കിന് ഭയത്തിനുള്ള മാർഗങ്ങളും നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കും. ബുദ്ധിമാന് സംഭവിക്കുകയില്ല. അറിവുള്ള ധീരാത്മാക്കൾക്ക് അവയൊന്നും ചിന്താവിഷയവും ആവുന്നില്ല. സർവ്വ ആപത്തുകളും തടുക്കുവാനുള്ള ബുദ്ധി അങ്ങയ്ക്കുണ്ട്. പിന്നെ എന്തിനാണ് അങ്ങ് വൃഥാ ക്ലേശിക്കുന്നത്? അർത്ഥം ചിലർക്ക് അനർത്ഥത്തിന് കാരണമാകുന്നു. വിത്തം ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് അത് ആഗ്രഹിക്കാതെ ഇരിക്കുകയാണ്. ചെളിയിൽ ചവിട്ടുന്നതിനേക്കാൾ നല്ലത് ചെളിയിൽ ചവിട്ടാതെ ഇരിക്കുകയാണ്. ചെളിയിൽ ചവിട്ടി കാൽ കഴുകുന്നതിനേക്കാൾ നല്ലത് നല്ലവൻ ചെളിയിൽ ചവിട്ടാത്തവനാണ്. യുധിഷ്ഠിരൻ, ഞാൻ അർത്ഥത്തെ ആഗ്രഹിക്കുന്നത് അർത്ഥഭാഗത്താലുള്ള ആശ കൊണ്ടല്ല, മറ്റുള്ളവരെ സംരക്ഷിക്കുവാനാണ്. എന്നെപ്പോലെ ഗൃഹസ്ഥാശ്രമിയായ ഒരുവൻ കൂടെയുള്ളവരെ കാത്തുരക്ഷിക്കേണ്ടതല്ലേ ധർമ്മം? അതിന് കഴിയാത്തതാണ് എൻ്റെ ദുഃഖം. യുധിഷ്ഠിരൻ തൻ്റെ പുരോഹിതനായ ദൗമ്യനെ സമീപിച്ച് തൻ്റെ ദുഃഖകാരണം അറിയിച്ചു. ദൗമ്യൻ തെല്ലുനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭാനുമാനാണ് അന്നം. ഭൂതലത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണാധാരമാണ് അന്നം. സൂര്യൻ ഇപ്രകാരം എല്ലാവർക്കും പിതാവാണ്. നീ അവനെ ആശ്രയിക്കുക. സൂര്യൻ്റെ 108 പര്യായങ്ങൾ ചേർന്ന സൂര്യസ്തുതി മന്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. നീ സൂര്യനെ തപസ് ചെയ്യുക. സൂര്യപ്രസാദത്താൽ നിനക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ജീവാത്മാവും ദൃഢവ്രതനും ശുദ്ധചിത്തനുമായ ധർമ്മപുത്ര മഹാരാജാവ് സൂര്യനെ പ്രീതിപ്പെടുത്താൻ ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഉഗ്രമായ തപസ് ആരംഭിച്ചു. സൂര്യൻ ദീപ്തിമാനായി ധർമ്മപുത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വത്സ, ഞാൻ നിന്നിൽ അതീവ സന്തുഷ്ടനായിരിക്കുന്നു. ഞാനിതാ നിനക്ക് ഒരു പാത്രം തരുന്നു. നീ അത് സ്വീകരിക്കുക. ഇതിൽ നിന്ന്
ചോറ്, ഫലമൂലങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയ ചതുർവിധ വിഭവങ്ങളും രാജകൊട്ടാരത്തിൽ പാകപ്പെടുത്തിയതുപോലെയുള്ളവ തന്നെ നിനക്ക് ലഭിക്കുന്നതാണ്. എത്ര എടുത്താലും അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് ഇത്. എന്നാൽ ഓരോ ദിവസവും ദ്രൗപദി ഉണ്ണുന്നതുവരെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അവളുടെ ആഹാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മാത്രമേ ഇതിൽ നിന്നും വിഭവങ്ങൾ സിദ്ധിക്കുകയുള്ളൂ. സൂര്യദേവൻ പാത്രം നൽകിയിട്ടും മറഞ്ഞു. യുധിഷ്ഠിരൻ പാത്രവുമായി സന്തുഷ്ടിയോടെ വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറി. ധൗമ്യനെ നമസ്കരിച്ചിട്ട് പാഞ്ചാലിയെ സമീപിച്ച് പാത്രം അവളുടെ കയ്യിൽ കൊടുത്തു. അന്നു മുതൽ ആ അക്ഷയപാത്രത്തിൽ നിന്ന് എത്ര പേരെ വേണമെങ്കിലും ഊട്ടുന്നതിനാവശ്യമായ വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും വിപ്രന്മാർക്കും മറ്റുള്ളവർക്കും ആഹാരം നൽകിക്കഴിഞ്ഞ് മാത്രം പാണ്ഡവന്മാർ ഭക്ഷണം കഴിക്കും. എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞാണ് പാഞ്ചാലി ഭക്ഷിക്കുന്നത്. അങ്ങനെ ആഹാരകാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പാണ്ഡവരുടെ ജീവിതം മുന്നോട്ടു പോയി. അവർ ദ്വിജസംഘത്തോടൊത്ത് കാമ്യകവനത്തിലെത്തി. ഇനി ധൃതരാഷ്ട്ര വിതുര കലഹം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.